ഇന്ന് നമുക്കൊരു തൈര് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചേന എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തേങ്ങയുടെ പാലാണ്, അത് 2/2 പാൽ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 3 പച്ചമുളക്, ഒരു 3-4 ചുമന്നുള്ളി, ഒരു 2-3 വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ വേപ്പിലയൊക്കെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ അതൊക്കെയാണിത്. അത് അരിഞ്ഞതാണ് കേട്ടോ. 3 പച്ചമുളക്, ഒരു ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോര് കറിയാണ്, പക്ഷെ വളരെ ടേസ്റ്റാണ്. നമ്മളിപ്പം മീൻ വറുത്തതാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരിയോ, അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ എന്തെങ്കിലും മതി ഇതിൻ്റെ കൂടെ. വളരെ രസമായിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പോൾ കറിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ 1/4 പാൽ എടുത്ത് വെച്ചത്. അതിന് മുന്നായിട്ട് നമുക്ക് തൈര് ഞാൻ അടിച്ച് വെച്ചതാണ് മോരാക്കിയിട്ട്, അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെ 1/4 പാൽ ഒഴിച്ച് കൊടുത്ത് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരിത്തിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് 1/4 പാൽ ഒഴിച്ച് നമുക്ക് ഇറക്കാം കേട്ടോ. ഈ മോരൊഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം 1/4 പാൽ ഒഴിച്ചാൽ മതി. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തത് കേട്ടോ, 1 കിലോ ചേനയിലേക്ക് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഒരു സ്വല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. അത് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ചട്ടി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുക്, 1/2 സ്പൂൺ ഉലുവ, 1/2 സ്പൂണ് ജീരകം, അപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വന്നപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നായി വരുമ്പോൾ നമുക്കൊരു 3-4 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം, വേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മോരൊഴിച്ചതായി വന്നിട്ടുണ്ട്. നമുക്കിനി 1/4 പാൽ ഒഴിച്ചത് ഓഫ് ചെയ്യാം കേട്ടോ. എനിക്കിത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് 1/4 പാൽ ഒഴിച്ചത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതും കൂടി ഓഫാക്കിയ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്നായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. കണ്ട, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോര് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. താങ്ക് യു, ബൈ.